അമൂല്യമായ ഔഷധ സസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. മൂവാറ്റുപുഴയിലെ വ്യാപാരികൾക്ക് ലൈസൻസ് എടുക്കുന്നതിനായി ക്യാമ്പ് ഒരുക്കി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. മൂവാറ്റുപുഴ വ്യാപാര ഭവനിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ വ്യാപാരികൾക്ക് ലൈസൻസ് എടുക്കുന്നതിനായി സൗകര്യമൊരുക്കി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. സംസ്ഥാന സർക്കാരിന്റെ പുതിയ സോഫ്റ്റ്വെയറായ കെ-സ്മാർട്ട് വഴി വ്യാപാരികൾ ലൈസൻസ് എടുക്കണമെന്ന നിർദ്ദേശത്തെ തുടർന്നാണ് 2000-ഓളം വരുന്ന വ്യാപാരികൾക്കായി ലൈസൻസ് എടുക്കുന്നതിനായി മൂവാറ്റുപുഴയിൽ ലൈസൻസ് ക്യാമ്പ് ഒരുക്കിയത്. മൂവാറ്റുപുഴയിലെ വ്യാപാരികൾക്കായി വ്യാപാര ഭവനിലാണ് ലൈസൻസ് എടുക്കുന്നതിനായി സൗകര്യം ഏർപ്പെടുത്തിയത്. ബുധൻ വ്യാഴം ദിവസങ്ങളിലായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലൈസൻസ് എടുക്കുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ പറഞ്ഞു. ഇന്ന് കേരള സർക്കാരിന്റെ പുതിയ സോഫ്റ്റ്വെയർ കെ-സ്മാർട്ട് സംവിധാനത്തിലൂടെ ലൈസൻസ് എടുക്കുവാൻ മുനിസിപ്പാലിറ്റിയിൽ നേരിട്ട് സോഫ്റ്റ്വെയറിന്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മോട്ടോയിൽ വരുന്ന 2000-ഓളം വരുന്ന വ്യാപാരികൾക്ക് അക്ഷയ സെന്ററുകളിൽ ക്യൂ നിൽക്കാണ്ട് എളുപ്പത്തിൽ ലൈസൻസ് എടുക്കാനുള്ള സംവിധാനമാണ് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ചെയ്തിരിക്കുന്നത്. മൂവാറ്റുപുഴയിലെ മുഴുവൻ വ്യാപാരികൾക്കും ഇവിടെ വന്നുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് നമ്മൾ പുറത്തു നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളുടെ അടക്കം സഹകരണത്തോടെ ലാപ്ടോപ്പും സംവിധാനങ്ങളിലൂടെ കെ-സ്മാർട്ടിലൂടെ ലൈസൻസ് എടുത്തു കൊടുക്കുന്ന സംവിധാനം ഇന്നും നാളെയും മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഓഫീസിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അതിനുള്ള ടീമും തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ന് നിലവിലോളം 100ഓളം ആളുകൾക്ക് ചെയ്തു. സോഫ്റ്റ്വെയറിൻ്റെ ചില സാങ്കേതിക തകരാറുകൾ ഉള്ളതുകൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിലും വരുന്ന വ്യാപാരികൾക്ക് എളുപ്പത്തിൽ ലൈസൻസ് എടുക്കാനുള്ള സംവിധാനം മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ ഒരുക്കിയിട്ടുണ്ട്. വ്യാപാരികൾക്ക് ലൈസൻസ് എടുക്കേണ്ട സമയത്തിൽ തന്നെ കെ-സ്മാർട്ട് സോഫ്റ്റ്വെയർ ലൈസൻസ് എടുക്കാൻ നിർദ്ദേശിച്ചത് വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ടെന്നും മാർച്ച് ഏപ്രിൽ മാസം വ്യാപാരികളുടെ പ്രതിസന്ധി കാലഘട്ടമാണെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു. കെ-സ്മാർട്ട് സാധാരണ ഏറ്റവും വ്യാപാരികൾക്കും അല്ലെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുള്ള സമയം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് മുനിസിപ്പൽ ലൈസൻസ് പുതുക്കുന്നത്, മറ്റ് ലൈസൻസ് സംവിധാനങ്ങൾ പുതുക്കുന്നത്. പക്ഷേ പുതിയൊരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്ത സമയം വ്യാപാര മേഖലയിലെ ചെറുകിട വ്യാപാരികൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം സോഫ്റ്റ്വെയറിലെ അപാകതകൾ പരിഹരിക്കാനും മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. നിലവിൽ ഫെബ്രുവരി 28 എടുക്കേണ്ട ലൈസൻസിന്റെ കാലാവധി മാർച്ച് 31 ആക്കിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പോകുന്ന മുറയ്ക്ക് ഒരു ദിവസം ഒരു കമ്പ്യൂട്ടറിൽ 10-15 ആളുകളുടെ ചെയ്യാനാണ് അനുവാദമുള്ളൂ. ആ 10 പേരുടെ ചെയ്യുമ്പോൾ മുനിസിപ്പൽ ഉദ്യോഗസ്ഥരത് അപ്രൂവ് ചെയ്ത് പേയ്മെന്റിലോട്ട് പോയാലാണ് സർട്ടിഫിക്കറ്റ് ആവുകയുള്ളൂ. അപ്പോൾ കെ-സ്മാർട്ട് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ആ സോഫ്റ്റ്വെയറിലെ കുറച്ച് പരിമിതികളുണ്ട്. അപ്രൂവ് ചെയ്ത് ക്യാഷ് അടയ്ക്കാനുള്ള സംവിധാനത്തിന് ചില ഡിലേ വരുന്നത് കൊണ്ട് കുറച്ച് കത്ത് നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ ലൈസൻസ് എടുക്കേണ്ട സമയത്ത് കെ-സ്മാർട്ട് സോഫ്റ്റ്വെയർ വന്നതുകൊണ്ട് വ്യാപാരികൾക്ക് നിലവിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കെ-സ്മാർട്ട് സോഫ്റ്റ്വെയറിന് പരിമിതികളുണ്ടെന്നും ലൈസൻസ് എടുക്കേണ്ട സമയത്ത് ഏർപ്പെടുത്തിയത് മൂലം വ്യാപാരികൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചെന്നും വ്യാപാരികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.